ഹായ്, ഞാൻ ഡോക്ടർ അയ്യപ്പൻ, കൺസൾട്ടന്റ് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് വീർത്ത് വരിക, ഗ്യാസ് നിറഞ്ഞു നിൽക്കുന്ന പോലെ നിൽക്കുക, വയറിലാകെ ഒരു സ്തംഭനം, ഒരു അസ്വസ്ഥത. ഇത് ഒരുപാട് പേര് പറയുന്ന ബുദ്ധിമുട്ടാണ്. എന്താണ് ഇതിന്റെ കാരണം, എന്താണ് ഇതിന്റെ പരിഹാരം? ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് മലബന്ധമാണ്. മലബന്ധമുള്ള ആളുകളിൽ ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായി കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് മലബന്ധത്തിന് പൂർണ്ണമായി രീതിയിലുള്ള കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞതായി കാണുന്നുണ്ട്. പിന്നെയുള്ള കാരണങ്ങൾ പ്രത്യേക രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റ് ഇൻടോളറൻസ് ആണ്. അതായത് ലാക്ടോസ്, സൂക്രോസ്, ഫ്രക്ടോസ് തുടങ്ങിയ കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷനിലുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ ലാക്ടോസ് എന്ന് പറയുന്ന പാലിലടങ്ങിയിരിക്കുന്ന ലാക്ടോസിന്റെ ഡൈജഷനിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രായമായ ആളുകളിലും കാണപ്പെടാം. അതിന് അക്യൂട്ട് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയും. ഈ ഒരു പാലിൽ ഉള്ള ലാക്ടോസിന്റെ ഇൻടോളറൻസ് കാരണവും ഈ ഒരു അബ്ഡോമിനൽ ബ്ലോട്ടിംഗ് വരാം. ഈ അൺഡൈജസ്റ്റഡ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ കുടലിൽ എത്തുമ്പോൾ ഗ്യാസ് പ്രൊഡക്ഷൻ കൂടുകയും വയറ് ഉയർത്തി വരുന്നതായി കാണും. ഇതിന് നമുക്ക് പ്രത്യേകതരം ടെസ്റ്റുകളുണ്ട്. ലാക്ടോസ് ഹൈഡ്രജൻ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ബ്രീത്തിങ് ടെസ്റ്റിലൂടെ ഇത് കണ്ടുപിടിക്കാം. അത് മാത്രമല്ല, ഇത് ടെസ്റ്റുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു 2 വീക്സ് ഒരു ലാക്ടോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് ഫ്രീ ഡയറ്റ് കഴിയുമ്പോൾ ഈ ഒരു പ്രത്യേക രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റ് ഇൻടോളറൻസ് നമുക്കുണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയും. പിന്നെ വളരെ അപൂർവമായി കാണപ്പെടുന്ന ഒരു അസുഖമാണ് സീലിയാക് ഡിസീസ് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ ഇൻടോളറൻസ്. നോൺ സീലിയാക് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ആകാം, അല്ലെങ്കിൽ സീലിയാക് ഡിസീസ് ആവാം. ഗ്ലൂട്ടൻ എന്നാൽ വീറ്റിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ്. ഇതിനോടുള്ള അലർജി അല്ലെങ്കിൽ ഇൻടോളറൻസ് കാരണവും ഈ അബ്ഡോമിനൽ ബ്ലോട്ടിംഗ് ഉണ്ടാകും. അത് നമുക്കൊരു പ്രത്യേകതരം ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ ഉള്ള ഒരു അപൂർവമായ ഒരു കാരണം, ഈ അബ്ഡോമിനൽ ബ്ലോട്ടിംഗ് ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് സ്മോൾ ഇൻറ്റെസ്റ്റിനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത്. ഇത് വയറിന്റെ ചെടുകുടലിലുള്ള അമിതമായ ബാക്ടീരിയയുടെ വളർച്ച കാരണം ഗ്യാസ് പ്രൊഡക്ഷൻ കൂടുകയും അബ്ഡോമിനൽ ബ്ലോട്ടിംഗ് ഉണ്ടാകുകയും ചെയ്യും. ഇത് നമുക്ക് പ്രത്യേക ഒരു ബ്രീത്തിങ് ടെസ്റ്റ്, അതായത് ഗ്ലൂക്കോസ് ഹൈഡ്രജൻ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രീത്തിങ് ടെസ്റ്റിലൂടെ ഇത് കണ്ടുപിടിക്കാൻ കഴിയും. ഇതിന് ഒരു ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെന്റിലൂടെ ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാനും കഴിയും. പിന്നെ നമുക്ക് കാണപ്പെടുന്ന ഒരു കണ്ടീഷൻ, കോമണായി കാണുന്ന ഒരു കോസാണ് വിസറൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അതായത് നമ്മുടെ വയറ്റിലുണ്ടാകുന്ന ഗ്യാസിൻ്റെ അളവ് നോർമൽ രീതിയിലാണെങ്കിൽ പോലും നമ്മുടെ പലരുടെയും സെൻസിറ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും. അത് കാരണം ഈ വയറിൽ വീർത്ത് മുട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകും. എന്നാൽ അവരുടെ വയറിലുള്ള ഗ്യാസിൻ്റെ അളവ് മെഷർ ചെയ്യുകയാണെങ്കിൽ അത് നോർമൽ ആയിരിക്കും. അവരുടെ വളരെ സെൻസിറ്റീവാണ് അവരുടെ കുടൽ, അതായത് വിസറൽ ഹൈപ്പർ സെൻസിറ്റീവ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റിക്ക് നമുക്ക് സെൻട്രലി ആക്ടിങ് മരുന്നുകളുണ്ട്. ഈ മരുന്നുകൾ കൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് കുറയുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേക ഒരു കാരണമാണ് അബ്ഡോമിനോ ഫ്രെനിക് ഡിസ്സൈനർജിയ എന്ന് പറയും. ഇതിന് നമ്മൾ നോർമലായിട്ട് ഒരാൾക്ക് വയറിൽ ഗ്യാസ് നിറയുമ്പോൾ അവരുടെ വയറിൻ്റെ മസിൽസ്, അതായത് അബ്ഡോമിനൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുകയും ചെസ്റ്റിനെയും വയറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഡയഫ്രം എന്ന് പറയുന്ന ആ ഒരു മസ്കുലർ